ഹോം ബേക്കേഴ്സിന് ഉപകാരപ്രദമായ വീഡിയോ ആണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ് വേൾഡ്. നമ്മളിപ്പോൾ ജിഞ്ചർ ക്യാൻഡിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ടൊരു 4 ഇഞ്ചി എടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുവാണ്. ഈ ഇഞ്ചി കുറച്ച് സമയം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. എന്നിട്ട് അതൊന്ന് അരിച്ചിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് നാരില്ലാത്ത ഇഞ്ചിയാണ് നല്ലത്. ഈ ജിഞ്ചർ ക്യാൻഡിയും ഓറഞ്ച് പീലും ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിന് റേറ്റും കുറവായിരിക്കും, ഹെൽത്തി ആയിരിക്കും, ടേസ്റ്റി ആയിരിക്കും. നമ്മൾ പുറത്ത് കൊടുക്കാൻ വേണ്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കണമായിരിക്കും നല്ലത്. ഇപ്പോൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണ ഇഞ്ചി 4 ടേബിൾ സ്പൂൺ ഉണ്ട്. നമ്മൾ അത്രയും തന്നെ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, 4 ടേബിൾ സ്പൂൺ തന്നെ. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 5 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും. ഇഞ്ചി നമ്മൾ വേവിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇഞ്ചിയിലുള്ള കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഇറങ്ങി വരും കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണേ. എന്നിട്ട് പഞ്ചസാര മെൽറ്റായിട്ട് ഈ ഇഞ്ചിയിൽ ഇതൊക്കെ പിടിച്ച് വരണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഒരു 1-2 മിനിറ്റും കൂടി ഒന്ന് കുറഞ്ഞ തീയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഈ സൈഡിൽ കാണുന്ന ബബിൾസ് ഒന്നും നിങ്ങൾ നോക്കണ്ട, കാരണം ഇത് തണുത്ത് വരുമ്പോൾ നന്നായിട്ട് എന്താ പറയുക, ഇതുപോലെ ഇരിക്കും. നന്നായിട്ട് പഞ്ചസാരയൊക്കെ പിടിച്ചിരിക്കും. ഇത് നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത്. ഇത് ഡ്രൈ ഫ്രൂട്ട് സോക്ക് ചെയ്യണ സമയത്ത് ഇടകലർത്തി ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് റം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, എന്നാൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് മനസ്സിലാവുള്ളൂ. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.